ചെമ്പരത്തി നല്ല ചെമ്പരത്തി നല്ല പെൺവരനോളെന്റെ പെണ്ണൊരുത്തി അവളുടെ ചിരി എന്റെ ഉള്ളി മഞ്ഞുരുക്കി അവളുടെ ചിരി എന്നെ മെല്ലെ മയക്കി ചെമ്പരത്തി നല്ല സുന്ദരി കോതവളെന്നിലെത്തി അവളുടെ ചിരി എന്റെ ഉള്ളി മഞ്ഞുരുക്കി അവളുടെ ചിരി എന്നെ മെല്ലെ മയക്കി. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസം അമ്മ ഇതാ ബുഡാപെസ്റ്റിൽ നിന്ന് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഇപ്പം ഇനി നേരെ ബസ് പിടിച്ച് നേരെ വിയന്നയിലേക്കാണ്, ഓസ്ട്രിയയിലേക്ക്. എന്നിട്ട് ആടുന്ന് അടുത്തേക്ക് ഒരു 12 മണിയാകുമ്പോൾ എത്തും ഉച്ചക്ക്. അപ്പം എന്നിട്ട് ആടുന്ന് രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ ആടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5-6 മണിക്കൂറുണ്ട് വിയന്നയിൽ. അടുത്ത കുറച്ച് സാധനങ്ങളെല്ലാം കാണാം, കാരണം ഭയങ്കര കനം ബാഗിനെല്ലാം കണ്ട ഭയങ്കര കനം. അപ്പോൾ കൂടുതൽ നടക്കാനും കഴിയില്ല, കാലെല്ലാം മുറിച്ചിട്ട പോലെയാവും. ഓക്കെ, അപ്പോൾ പോകുന്നതിൽ കാണാം. ഗൈസ് നമ്മൾ ഇപ്പം ഫ്ലിക്സ് ബസ് പിടിക്കേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് പൊതുവേ ഇങ്ങനെ ഈ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ബസ് സ്റ്റേഷനിൽ അത്ര വൃത്തി ഉണ്ടാവലില്ല. പക്ഷേ ഇത് ഇവിടെ കൊള്ളാം, ഇവിടെ നല്ല വൃത്തിയുണ്ട്, നല്ല വേഗം മനസ്സിലാവുന്നുണ്ട് പ്ലാറ്റ്ഫോമും എല്ലാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബസ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതാണെന്ന് തോന്നുന്നു കണ്ടോ. അപ്പോൾ ഏതായാലും കയറാം, ബസ്സിൽ കയറാം. ബസ്സിലാന്നുള്ളത് ഫ്ലിക്സ് ബസ് വിയന്നയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കയറിയാലും ഉറങ്ങിപ്പോയി. എന്താ വലിയ കാണാനൊന്നുമില്ല, സൈഡിലിങ്ങനെ നമ്മളെ നോർത്ത് ഇന്ത്യയിലും പോലത്തെ വിജനമായ പാടങ്ങളും അങ്ങനത്തെ എല്ലാം സ്ഥലങ്ങളാണ് കണ്ടോ. ഗൈസ് നമ്മളിപ്പം ഓസ്ട്രിയയിൽ എത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നത്. ഇവിടുത്തെ മെയിൻ ഭാഷ ജർമ്മനാണ്. പിന്നെ ഇംഗ്ലീഷെല്ലാം ഒരു 10-40% ആൾക്കാർ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വർക്കാവുന്ന എനിക്ക് ഒരു പിടുത്തുമില്ല. അപ്പോൾ ഏതായാലും പോയി നോക്കാം. എന്നാൽ ഏതായാലും പുറത്തിറങ്ങട്ടെ. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ പെട്ടിട്ടേ ഇല്ലത്, ഇവിടെ പോകേണ്ട ഏരിയയില്ല, ആദ്യമായിട്ടല്ല. ഗൈസ് ഹംഗറീൻ്റെ അത്ര എളുപ്പമല്ല ഇവിടെ കാര്യങ്ങൾ. കാരണം ഇത് കണ്ട മെട്രോനിയുടെ മെട്രോ എന്നല്ലാന്ന് തോന്നുന്നു പേര്, വേറെന്തോ വിളിക്കുന്നുണ്ട്. U6, U3, U4 എന്നെല്ലാം കാണുന്നുണ്ട്. യൂന്ന് ഉദ്ദേശിച്ച് അണ്ടർഗ്രൗണ്ട് ആണെങ്കിലോ ചിലപ്പോൾ. അപ്പോൾ അതാന്ന് തോന്നുന്നു സംഭവം. അപ്പോൾ ഒരു വണ്ടി ഏതായാലും വരുന്നുണ്ട്, 3 മിനിറ്റിലൊരു വണ്ടി വരും. അതിലൊന്ന് കയറി നോക്കിയാലറിയാം എവിടെ എത്തുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ പുറത്തെത്തി. മോശമില്ല, നല്ല കളർഫുൾ ട്രാം, എല്ലാം പുതിയ ബിൽഡിങ്ങാണ്. നല്ല ഗ്ലാസ് ബിൽഡിംഗ് ഉണ്ട് പുതിയ. പിന്നെ ഇവിടെ ബിൽഡിംഗ് എല്ലാം ഫുൾ കളർഫുൾ ബിൽഡിങ്ങുകൾ ഉണ്ടോ. മൊത്തത്തിലൊരു തുറന്ന സ്ഥലം. ഇതാണോ സിറ്റി സെൻറ്റർ അല്ല, ഇത് ഏത് ഭാഗമെന്നൊന്നും അറിയില്ല. പിന്നെ നമുക്കിവിടെ കളിച്ചുകൊണ്ട് അധികം ടൈമും ഇല്ല. വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഫ്ലൈറ്റും ഉണ്ട് തിരിച്ച്. അപ്പോൾ കഴിയുന്നതും തിരിയുന്ന സ്ഥലത്തേക്കെല്ലാം വേഗം പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. ട്രാം വരുന്നുണ്ട് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ട്രാം. ഇവിടെ ഫുൾ ട്രാമാന്ന് തോന്നുന്നു, ക്രോസിലും മറ്റേ നേരെയും കുറേ പോകുന്നതാണെന്നുണ്ട് ട്രാം. പക്ഷെ നമ്മളിപ്പോൾ ഏതോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കണ്ടോ. നല്ല സെറ്റ് ബിൽഡിങ്, സെറ്റ് ആംബിയൻസ്, കൊള്ളാം. അതൊന്നും ഇവിടെ കയറിയിട്ട് വാ, കൊള്ളാം. നല്ല മുമ്പിൽ കുറേ കുതിരയും അതെല്ലാം ആയിട്ട്, വിയന്നേൻ്റെ കൊടിയെല്ലാം ആയിട്ട് കുറേ പരിപാടിയുണ്ട്. കഴിച്ച് കൊള്ളാം ഉണ്ടോ. ഇതെന്തെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. വന്നു ഗൂഗിളിൽ ഇങ്ങനെ എന്ന പോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് കണ്ട് മാപ്പ് ഇട്ട് വന്ന് അത്രേ അറിയാം. ഇത് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനൊന്നും ടൈമൊന്നുമില്ല. അതിൽ നമുക്ക് വേറൊരു ദിവസം വരാം. ഇപ്പോൾ ഏതായാലും ഇതിങ്ങനെ പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ചിത്രപ്പണിയെല്ലാം ഉണ്ട് കുറേ. അല്ല ചിത്രപ്പണിയല്ല, എന്തത് കൊത്തുപണിയെല്ലാം നല്ലോണം ഉണ്ട്. പിന്നെ ഭയങ്കര തുറന്ന സ്ഥലം കണ്ടോ, ഭയങ്കര തുറന്ന സ്ഥലമാണ്.
മറ്റേ ഹംഗറിയിൽ ഇങ്ങനെ തുറന്ന സ്ഥലമല്ല, പാരീസിലൊന്നും ഇങ്ങനെ തുറന്ന സ്ഥലമല്ല, കുറേ അടഞ്ഞ സ്ഥലമാണ്. കണ്ടത് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങൾ. കഴിച്ചത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഗാർഡൻ, പിന്നെ ഇതിങ്ങനെ ഗാർഡനും പിന്നെ ഇങ്ങനത്തെ കുറേ സൈക്ക് സ്കൾപ്ചേഴ്സ് എല്ലാം കാണുന്നുണ്ട്. ഇതെന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്നോ ക്ലിയറൻസ് ഓഫ് ഗ്രിറ്റിംഗ് ഓഫ് ഐസി സർഫസ്. നല്ല സ്നോ പെയ്യുമ്പോൾ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. കണ്ട നല്ലൊരു ഗാർഡൻ ഉണ്ട്. പിന്നെ ആ ദൂരം കാണുന്നതാണ് സിറ്റി. ഈ ക്യാമറയിൽ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ദൂരം കാണുന്ന സിറ്റി. ഇതൊരു വലിയ പാലസാണ്. ടിക്കറ്റിലെടുത്ത് കയറേണ്ടതാണ്. അത്ര ടിക്കറ്റിൻ്റെ പൈസ എന്ന് വരെ നോക്കിയില്ല. അപ്പോൾ ഏതായാലും വേഗം അടുത്ത സ്ഥലം പിടിക്കാം. നമ്മ അങ്ങനെ ഏതോ ഒരു സെൻറ്റർ പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട നല്ല ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അത് നല്ല രസമുണ്ട്. ഒരു വ്യത്യാസം. മറ്റേ ബുഡാപെസ്റ്റ് കണ്ട പോലത്തെ ബിൽഡിംഗ് അല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഉണ്ടാ കുറച്ചൊരു വെറൈറ്റികളുള്ള ബിൽഡിങ്. കുറച്ചും കൂടി ഒരു എന്തെന്ന് പറയല ഒരു ബ്യൂട്ടി ഉണ്ട്. നല്ല വൃത്തിയുണ്ട് ബിൽഡിങ്. കണ്ട എല്ലാം അടുത്തടുത്തടുത്തടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണേണ്ടതൊന്നും അറിയില്ല. ഏതായാലും നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ ഒരു ട്രാം പിടിച്ച് ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് എന്തില്ലെന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങനെ പോവേന്നു. നല്ല ബിൽഡിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ നമ്മളിങ്ങനെ ട്രാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ട്രാം പോകുന്നുണ്ട്. നല്ല നല്ല ബിൽഡിംഗ് എല്ലാം ഉണ്ട്. എത്തിന്ന് തോന്നുന്നു, സിറ്റി സെൻറ്റർ എത്തിന്ന് തോന്നുന്നു. അത് ഇന്ത്യയുടെ കൂടി എംബസി ഓഫ് ഇന്ത്യ. ഈ വിയന്ന എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കണ്ടിട്ട് പോകാൻ കഴിയുന്ന സാധനമല്ല. ഭയങ്കര വലുതാണ്. എല്ലാം കണ്ട ഒരു കഞ്ചാവിൻ്റെ ഷോപ്പ് തന്നെ ഉണ്ട്. 2-3 നിലയെല്ലാം ആളെന്തെല്ലാം ഉണ്ട്. കണ്ടവാനും ഉണ്ട് ഇവിടെ. കണ്ട കുറേ സ്ട്രീറ്റും കുറേ ആൾക്കാരെല്ലാം ആയിട്ട് വലിയ സ്ഥലമാണ് ഇത്. എന്തായാലും വിയന്നയിലേക്കായിട്ട് എന്തായാലും ഒരിക്കൽ വരണം. എന്തായാലും നമ്മൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വിയന്നയിലെ ഒരു എന്തോ ഷ്നിക്സൽ എന്നാൻ്റെ മറ്റേ എടുത്ത ഒരു മെയിൻ ഡിഷ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അതാണ് റെസ്റ്റോറൻറ്റ്. കണ്ടോ നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല സൈക്ക് ഇതെല്ലാമായിട്ട് എന്താണ് ലൈറ്റെല്ലാമായിട്ട് കൊള്ളാം. ഈ വിയന്നയിൽ ഞാനിപ്പോൾ കണ്ടു വെച്ചിട്ട് കുറച്ചൊരു ലക്ഷറി കൂടുതലുണ്ട്. മൊത്തത്തിൽ ബിൽഡിങ് നല്ല ഒരു ലക്ഷറി കൂടുതലുള്ള ഒരു പോലത്തെ ഒരു സംഭവമാണ് വിയന്നയില്ലത്. അപ്പം കൊള്ളാം പരിപാടി. ഇഷ്ടപ്പെട്ട്. വിയന്നയിൽ എന്തായാലും വരണം, എങ്ങനെയെങ്കിലും വരണം. ഒരു 2-3 ദിവസം എന്തായാലും വേണ്ടി വരും. കാരണം ഇത് കുറച്ചൊരു വലിയ സ്ഥലമാണ്. ഇന്നലത്തെ പോലത്തെ ബുഡാപെസ്റ്റ് പോലെ അങ്ങനെ ചെറുത് എന്നല്ല, കുറച്ചൊരു വാസ്റ്റ് ഏരിയ. ഇതിലൂ കാണാനുണ്ട് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ. അപ്പം എന്തായാലും വരണം 2-3 ദിവസം. നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു കഫേയിൽ വന്നിട്ടേ ഉള്ളത്. വെറുതെ ഒരു ചായയും പിന്നെ ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഇത് കേട്ടിട്ടേ ഇല്ലൂ ഞാൻ റീൽസിലെല്ലാം. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തിന്നോക്കാൻ വേണ്ടി വന്നതാണ്. കാണാൻ നല്ല രസമുണ്ട് ഈ കഫേ. കണ്ട നല്ല ഇൻറ്റീരിയറും ഇതെല്ലാമായിട്ട് എന്തെല്ലോ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. കണ്ട ഇങ്ങനത്തെ കുറേ സാധനം തിന്നാനെല്ലാം. അപ്പോൾ ഏതായാലും സാധനം വരട്ടെ. ചീസ് കേക്കിന് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ നടന്ന് ഒരു കിടിലം പള്ളിയിലേക്ക് എത്തി. പള്ളിയാണോന്ന് തിരിയുന്നില്ല, പക്ഷെ ഇതാ ഒരു കിടില സ്ട്രക്ചർ. ഓഫ് ഒരു രക്ഷയുമില്ല. കണ്ട ഈ ഫോട്ടോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനത്തെ കുറേ ബിൽഡിങ്, കുറേ നല്ല ഷോപ്പ്, ഫുൾ ലക്ഷറി പരിപാടി. ഇതാ സാറയുണ്ട്, പിന്നെ മറ്റേ ഒമേഗ വാച്ചിൻ്റെ ഷോപ്പ്, അങ്ങനത്തെ കുറേ ഷോപ്പ് കണ്ട് നടന്ന് വന്നിട്ടാകുമ്പോഴേക്ക് പെട്ടെന്നൊരു ഗോത്തിക് മോഡൽ ഒരു സാധനം. കണ്ട അടിപൊളി സാധനം, കൊള്ളാം. ഗൈസ് നമ്മ നടന്ന് വരുമ്പോൾ കുറച്ച് സാധനത്തിനെ കണ്ട കുതിര സവാരിയാന്ന് തോന്നുന്നു കേട്ടോ.
ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോലെ എയർപോർട്ടിലെത്തി. ഇനി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ പോകുന്ന പരിപാടി. ട്രിപ്പ് കഴിഞ്ഞു. സെൽഫ് ചെക്ക് ഇൻ അല്ലേ? സെൽഫ് ചെക്ക് ഇൻ ചെയ്യാം. അപ്പം അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ നമ്മ ഏതായാലും പോലെ നമുക്കേതായാലും ഒന്ന് ഇവിടെ പിന്നെ മറ്റേ ഇമിഗ്രേഷൻ പരിപാടിയൊന്നും ഇല്ല. ഷെങ്കൻ വിസ അല്ല നമ്മളെ ഇല്ലത്. അപ്പം അങ്ങനത്തെ ഒന്നുമില്ല. നേരെ പോവുക, കയറി പോവുക, വണ്ടി കയറുക. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കണ്ണൂരിൽ നിന്ന് ഒരു ബാംഗ്ലൂർ പോകുന്ന മൂടേ ഇല്ല ഇവിടെ. ഒരു രാജ്യം മാറണമെങ്കിൽ വലിയ സീനൊന്നുമില്ല. വിസ തന്നെ വേണമെന്നൊന്നുമില്ല. മീൻസ് വിസ വേണം, ചോദിച്ചാൽ കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല അത്. അങ്ങനെ അപ്പോൾ ഏതായാലും നോക്കട്ടെ, ഫ്ലൈറ്റ് കയറിട്ട് പോയിട്ടു. ഗൈസ്, അപ്പം എയർപോർട്ടിലെത്തി. കാര്യങ്ങൾ സെറ്റാണ്. കുറച്ച് നേരത്തെ എത്തിപ്പോയി. കാരണം നമ്മളെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഈ സാധനം കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുന്നു. മോശമില്ല, അടിപൊളി. നമ്മളെ പരിപാടി തീർന്നു. ഇതാ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. ഇതാണ് ഫ്ലൈറ്റ്. ട്രാൻസ്വാനിയ എന്നല്ല, ട്രാൻസാവിയ സോറി. ഇതാണ് ഫ്ലൈറ്റ്. ഇതിലാണ് കയറുന്നത്. കണ്ടോ? ഗൈസ്, അപ്പം അങ്ങനെ ട്രിപ്പിൻ്റെ അവസാനമായി. ഇന്നത്തെ ദിവസം തീരെയാണ്. നാളെ മുതൽ പഴയ പോലെ പണിക്ക് പോകണം. അപ്പോൾ ഇനി അടുത്ത എവിടെയെങ്കിലും സ്ഥലത്ത് കാണാൻ പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.